ഇന്ന് നമ്മൾ വീട് നല്ല വീട് എന്ന പാഠത്തിലെ 2-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നലെ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാക്ക, കൂട്, വീട്, മരം എന്നീ വാക്കുകളൊക്കെ എഴുതിയല്ലോ അല്ലേ? ചിത്രവും വരച്ചല്ലോ. ഇന്നിനി നമുക്ക് ഒരു ചിത്രം പരിചയപ്പെടാം. എല്ലാവരും ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഈ ചിത്രത്തില് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു വലിയ മരമുണ്ട്. മരത്തില് ഒരു കാക്കക്കൂടുണ്ട്. കാക്കക്കൂട്ടില് മുട്ടകളുണ്ട്. മരത്തിന് മുകളിലൂടെ ഒരു കാക്ക പറന്ന് വരുന്നുണ്ട്. കൂട്ടിലേക്കായിരിക്കുമോ വരുന്നത്? നമുക്ക് നോക്കാം എന്തായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചാലോ? ഒരു മരം, വലിയ മരം, മരത്തിൽ ഒരു കൂട്, കാക്കയുടെ കൂട്, കൂട്ടിൽ മുട്ടകൾ, 3 മുട്ടകൾ. പിന്നീട് എന്ത് സംഭവിച്ചു കാണും? പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാറ്റടിച്ചു. മരങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. അമ്മക്കാക്ക പേടിച്ചു. എന്തായിരിക്കും കാരണം? പറയാമോ? ചിൽ ചിൽ ചിൽ, വിശന്നിട്ടു വയ്യ. അണ്ണാൻ നടന്നു. അതാ പ്ലാവ്, വലിയ പ്ലാവ്. പ്ലാവിൽ ചക്ക. അണ്ണാൻ എന്ത് ചെയ്ത് കാണും? പറയാമോ? ചക്ക പഴുത്തു. മണം പരന്നു. എത്രയെത്ര വിരുന്നുകാർ! ആരൊക്കെയായിരിക്കും ആ വിരുന്നുകാർ? ചക്ക തിന്നാന് ആരൊക്കെ വന്നു കാണും? നല്ല പഴുത്ത ചക്ക എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ മാത്രമാണോ ചക്ക തിന്നുന്നത്? പ്ലാവില് ചക്കപ്പഴം തിന്നാൻ ആരൊക്കെയാ വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ വീട്ടിലും പരിസരത്തും കാണുന്ന ചില ജീവികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയുടെ പേരുകൾ എഴുതിയാലോ? നമുക്ക് ധാരാളം ജീവികളെ പരിചയമുണ്ട്. അതിൽ എല്ലാം നമ്മൾ വളർത്തുന്നതൊന്നുമല്ല. നമുക്ക് ഉപകാരമുള്ള ജീവികളുമുണ്ട്, ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജീവികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ജീവികളുടെ ചിത്രങ്ങളെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അവയുടെ പേരുകൾ എഴുതണം. ഇനി ഇതൊന്നും അല്ലാതെ ഒത്തിരി ജീവികളുണ്ട് അല്ലേ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവയുടെ പേരുകളൂടെ നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം. അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കണം. കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾ ഒരു വീടിൻ്റെ ചിത്രം വരച്ച് നിറവൊക്കെ കൊടുത്ത് ഭംഗിയാക്കണം. വീട് മാത്രമല്ല, അടുത്ത് മരങ്ങളോ പൂക്കളോ ചെടികളോ ഒക്കെ വരച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ച് ചേർക്കാം. വീടും വീടിൻ്റെ പരിസരവും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഭംഗിയായി വരച്ച് നിറം കൊടുത്ത് ടീച്ചറിന് അയച്ചു തരണം.